ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയല്ലോ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയല്ലോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 27-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദ് രാജാവിൻ്റെ ഈ 27-ാം സങ്കീർത്തന ഭാഗം നമ്മളെ മിക്കവാറും എല്ലാവർക്കും, എല്ലാ വിശ്വാസികളും ഹൃദയത്തിൽ ഏറ്റെടുത്തൊരു വചനം തന്നെയാണ്. ഇത് നമുക്കൊത്തിരി പ്രത്യാശ നൽകുന്നതാണ്, നമുക്കൊരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്, നമുക്കൊരുപാട് ബലമേകുന്നതാണ്. ആമേൻ. ആത്മാവിലേറെ ധൈര്യം പ്രാപിക്കുന്നതാണ്. ഈ വചനം വായിക്കുമ്പോഴും ദൈവമക്കളെ, ദാവീദ് രാജാവ് അനുഭവിച്ച കഷ്ടതയാണ് ദാവീദ് രാജാവിന് എത്ര ബലമുള്ള സാക്ഷിയാക്കി തീർത്തത്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സഹായിപ്പാൻ മറ്റാരുമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു നേരത്തെ ആഹാരത്തിനും മറ്റൊരിടത്ത് ചെന്ന് ചോദിച്ചൊരനുഭവത്തെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, സ്വന്തമെന്ന് പറയുവാൻ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവരെ പോലെ നിന്നൊരു കാലമുണ്ടായിരുന്നു. എന്തെല്ലാം ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും കണ്ണുനീരും വേദനകളൊക്കെ കടന്നുപോയി. അപ്പോഴും അറിഞ്ഞുമറിയാതെ ചെയ്തു പോലും തെറ്റും ആ കുറവും മനസ്സിലെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് വീണ്ടും ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചില്ല എങ്കിൽ പറ്റില്ല. ദൈവമക്കളെ, പലപ്പോഴും ചെറിയ ചെറിയ കുറവുകളിൽ ആരെങ്കിലും വീണുപോകാം. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വീണുപോകാം. നിന്ന വരുമ്പോൾ വീണുപോകാം. അതുപോലെ ശത്രുക്കളേറി വരുമ്പോൾ ഇട്ടിട്ടോടി പോകാം. ഇതുപോലൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. പക്ഷേ ഇതൊക്കെ ദാവീദ് രാജാവിനെ ഏറ്റവും വലിയ ബലവത്താക്കിയ, വളരെ മനോഹരമായി സാക്ഷിക്കിടയാക്കിയെങ്കിൽ ദൈവമക്കളെ, ഈ സങ്കീർത്തന ഭാഗം നമുക്കും ഒത്തിരി അനുഗ്രഹമല്ലേ. ഇതൊക്കെ വായിച്ചു കേൾക്കുമ്പം നമ്മുടെ മനസ്സിലൊരു ബലം ഉണ്ടാവില്ലേ? നമുക്ക് വായിക്കാം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ആമേൻ, സ്തോത്രം. ഇത്രയൊരു ഉറപ്പ് വേണം ദൈവമക്കളെ. വിശ്വാസ ജീവിതത്തിലെ കർത്താവിന് വേണ്ടി ഇറങ്ങി വരുന്നവർക്ക് ഇത്രക്കൊരു ഉറപ്പ് വേണമെന്നുള്ളത്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങി വന്ന സമയം മുതൽ ഇന്ന് വരെ നോക്കിയാൽ തളർന്നു വീഴാമായിരുന്നു. പക്ഷേ ഇറക്കി കൊണ്ടുവന്ന ദൈവം ഇന്നും ബലപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല സാക്ഷ്യം പറയാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഹൃദയത്തിൽ ദൈവം തന്നൊരു ഉറപ്പുണ്ട്. കർത്താവിന് വേണ്ടി ഇറങ്ങി പോരുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കട്ടെ. ഒന്നെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറണം. സൗഖ്യം തന്നത് എൻ്റെ കർത്താവാണെന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിമാർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ ക്രൈസ്തവ കുടുംബത്തിൽ നമ്മുടെ സമുദായപ്പെട്ട് നമുക്ക് പോകാൻ പറ്റുകയില്ല. പ്രാർത്ഥന വേണ്ട, വിശ്വാസമൊക്കെ മനസ്സിൽ മതി. ആങ്ങളമാരില്ല, അച്ഛനും അമ്മയും മരിച്ചാൽ അന്ത്യകർമ്മം ചെയ്യാൻ എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ, പോകരുതേ, വിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങരുതേ എന്ന് പറഞ്ഞു. ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന് വേണ്ടി മാത്രമേ ഉള്ളൂ അമ്മയെന്ന് പറയുമ്പോൾ ആ വാക്കെനിക്ക് പറയാൻ ഇടയാക്കാൻ കാരണം എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ രോഗിയാണ്. ഞാനൊരു രോഗിയാണെന്ന് അറിയാതെ എന്നെ എൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് എപ്പോഴും എന്നെ കാത്തു നോക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. രോഗിയാണെന്ന് അറിഞ്ഞില്ല. പല ആശുപത്രിയിൽ നിന്നും പല വൈദ്യന്മാരുടെ അടുക്കിൽ നിന്നും കൈപിടിച്ച് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരുമ്പോഴും ദൈവമക്കളെ, എത്ര വലിയൊരു രോഗിയാണ് ഞാനെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ഉണ്ടായ മഹാവ്യാധി 23 വയസ്സ് വരെ ബന്ധുമിത്രാദികൾ വീട്ടിൽ വരുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ പഠിത്തമൊക്കെ ഒത്തിരി പാടുപെട്ടായിരുന്നു. ആഗ്രഹിച്ചത് കൊണ്ട് കുറച്ച് വരെ പഠിക്കാൻ പറ്റി. ദൈവമക്കളെ, പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ എനിക്ക് രോഗാവസ്ഥ കൂടിയിട്ട് ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിപ്പോരുന്നൊരു അനുഭവങ്ങളുണ്ട്. എല്ലാ വിധത്തിലും മാനസികമായ പ്രയാസം അനുഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നത് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്.
ഇതൊരു സ്വപ്നം കണ്ടതായിരുന്നില്ല, ഒരു ഊഹാപോഹമായിരുന്നില്ല. സൗഖ്യം പ്രാപിച്ചത് ഞാനാണ്. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കുകയും സാക്ഷിയെ തീരുവാൻ എൻ്റെ കർത്താവിനെ അറിയിക്കുകയും ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ എന്നെ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എന്നെ തന്നെ കർത്താവിന് വിട്ടുകൊടുത്തതാണ്. അമ്മയോട് പറഞ്ഞ അമ്മച്ചി, ഞാൻ ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന് വേണ്ടി മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ചങ്കത്തടിച്ചു. അമ്മ നിലത്ത് വീണു, അവിടുന്ന് തിണ്ണായി വീണു. അമ്മ ചോദിച്ച ചോദ്യം ഇതാണ്: അന്ത്യകർമ്മം ആര് നടത്തും? കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ മുതൽ തുടക്കം മുതൽ ഒത്തിരി പ്രയാസങ്ങളുടെ ഞെരുക്കത്തിലൂടെ തന്നെ ഞാൻ ഇറങ്ങി. എൻ്റെ കർത്താവിന് വേണ്ടി ഇത്ര കാലം വേല ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും വസ്തുവകളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവമാണ്. 25 വർഷം കഴിയുമ്പോൾ ആ വീടെടുക്കാൻ ഇടയാകുമ്പോൾ എൻ്റെ അമ്മ ക്രിസ്തുവിലായി, വിശ്വാസത്തിലായി. അച്ഛനും അമ്മയും കത്തോലിക്ക സഭയിൽ ചേർന്നിരുന്നു. അവിടുന്ന് വൈദിക ശ്രേഷ്ഠന്മാരുടെ, അതുപോലെ അവിടുത്തെ പള്ളിയിലെ ശുശ്രൂഷക്കാരുടെ എല്ലാവരുടെയും മേൽനോട്ടത്തിൽ ആ കർമ്മം എൻ്റെ അമ്മ ചോദിച്ച ചോദ്യത്തിൽ 91 ചോദിച്ച ചോദ്യം 2018 വൈദിക ശ്രേഷ്ഠന്മാർ വന്ന് ആ ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെട്ടു പോയില്ല, തളർന്നു പോയില്ല. ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും സങ്കടമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ കരുതേണ്ടവരാണ്, പക്ഷേ ദൈവം കരുതുന്നതിനേക്കാൾ അധികം എനിക്കാവില്ലല്ലോ. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി. എനിക്ക് ഭാരമില്ലാതെ പ്രയാസമില്ലാതെ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി. ദൈവമക്കളെ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനമൊക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയതാണ്. എന്നേക്കാൾ അധികം നിങ്ങൾക്കും കാണും സാക്ഷ്യം പറയണം ദൈവമക്കളെ. സഭകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമേൻ, സ്തോത്രം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആമേൻ, സ്തോത്രം. അവിടെ എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഗ്ലോറി, സ്തോത്ര, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കി ഈ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഒരുപാട് സങ്കടങ്ങളും ഒത്തിരി ഞെരുക്കങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പലരും ഇതിനകത്ത് ഇന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഞെരുക്കത്തിൻ്റെ നടുവിലും നമ്മളെ ദൈവം ഏൽപ്പിച്ചത് ചെയ്യുക. ഈ നിന്ദയുടെ നടുവിലും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് ചെയ്യുക. ഈ സങ്കടങ്ങൾക്ക് നടുവിലും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് ചെയ്യുക. നമുക്കുള്ള കൂലിയും പ്രതിഫലവും ലോകത്തിലല്ല, അത് യഹോവയുടെ സന്നിധിയിലത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി വന്നതിന് ശേഷം ഒരുപാട് മാനസിക ഭാരങ്ങൾ നിമിത്തം കർത്താവേ, പ്രശ്നങ്ങൾ നിമിത്തം തളർന്നു വീണ മക്കൾ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ഉണരുവാൻ ഇന്ന് ദൈവമായ കർത്താവേ, വീണ്ടും എൻ്റെ ദൈവം നിൻ്റെ മക്കളോട് കരുണ തോന്നി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ ശക്തിയാൽ നിൻ്റെ മക്കളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആത്മശക്തി കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കണമേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുത്തുകൊണ്ട് ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി നല്ല സാക്ഷികളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.